വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഒരു പ്രധാന ചരക്ക് കൈമാറ്റ കേന്ദ്രമായി ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള ഒരു സുപ്രധാന പദ്ധതിയാണ്. എന്താണ് വിഴിഞ്ഞം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ? യൂറോപ്പ്, ഗൾഫ് കൺട്രീസ് എന്നിവയൊക്കെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. ഇത് ആഗോള കപ്പൽ ഗതാഗത കേന്ദ്രമായി വിഴിഞ്ഞത്തെ മാറ്റുന്നു. കൂടാതെ തീരത്തിന് ആഴമുള്ള ഒരു പ്രകൃതിദത്തമായ ആഴം വിഴിഞ്ഞത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതിനാൽ വലിയ കപ്പലുകൾക്ക് പോലും ഇവിടെ എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ ഡ്രെഡ്ജിംഗ് ചിലവ് കുറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് വിഴിഞ്ഞം തന്നെ തുറമുഖം നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തത്. ഈ തുറമുഖം ഒരു ചരക്ക് കൈമാറ്റ കേന്ദ്രമായി പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അതായത് വലിയ മദർഷിപ്പുകൾക്കും ചെറിയ ഫീഡർ കപ്പലുകൾക്കും ഇടയിൽ കണ്ടെയ്നർ കൈമാറ്റം ചെയ്യുന്നത് ഇത് സുഗമമാക്കും. ഇത് ഷിപ്പിംഗ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും യാത്രാസമയം കുറയ്ക്കാനും സഹായിക്കും. വിഴിഞ്ഞത്തിന്റെ വികസനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ നല്ല സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊളംബോ, സിംഗപ്പൂർ, ജബൽ അലി തുടങ്ങിയ വിദേശ ചരക്ക് കൈമാറ്റ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രദേശത്തെ വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വലിയ അന്താരാഷ്ട്ര കപ്പലുകളിൽ നിന്ന് ചെറിയ ഫീഡർ കപ്പലുകളിലേക്ക് ചരക്ക് മാറ്റുന്ന ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. തുറമുഖം കേരളത്തിനും ഇന്ത്യക്കും ഗണ്യമായ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും വ്യാപാരം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്തെ ബ്രേക്ക് വാട്ടർ എന്നതിനെ മലയാളത്തിൽ പുലിമുട്ട് എന്ന് പറയുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ പുലിമുട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് പുലിമുട്ടിന്റെ ഉദ്ദേശം? ശക്തമായ തിരമാലകളിൽ നിന്നും തുറമുഖ തീരത്തിന് സംരക്ഷണം നൽകുക എന്നതാണ് പുലിമുട്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരം ഇടുന്നതിനുള്ള ശാന്തമായ കടൽ അന്തരീക്ഷം സൃഷ്ടിക്കുക. അതുപോലെ നിർമ്മാണത്തിന്റെ പ്രത്യേകതകൾ എന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് 20 മീറ്റർ ആഴത്തിലും 7.5 മീറ്റർ കടൽ നിരപ്പിന് മുകളിലുമായാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു തുറമുഖത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പുലിമുട്ട് വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. ഈ സംരക്ഷണ ഭിത്തിക്കുള്ളിൽ കടൽ ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും സുരക്ഷയ്ക്കും പുലിമുട്ട് അത്യന്താപേക്ഷിതമാണ്. പുലിമുട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കൊണ്ടുള്ള കല്ലുകളാണ് അക്രോപോഡ് എന്നത്. അറബിക്കടലിന്റെ ശക്തമായ തിരമാലകളിൽ നിന്ന് സംരക്ഷണം നൽകാൻ വിഴിഞ്ഞം തുറമുഖത്തിന് ഉറപ്പുള്ള പുലിമുട്ടുകൾ ആവശ്യമാണ്. ഈ തിരമാലകളെ പ്രതിരോധിക്കാൻ അക്രോപോഡ് 2 എന്ന കോൺക്രീറ്റ് കല്ലുകളാണ് ഉപയോഗിക്കുന്നത്. പരസ്പരം ബന്ധിപ്പിച്ച് ഉറപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ സ്ഥിരതയും തിരമാലകളെ പ്രതിരോധിക്കാനും കഴിവ് നൽകുന്നു. ഇവ മണ്ണൊലിപ്പ് തടയുകയും തുറമുഖത്തിനുള്ളിലെ കപ്പലുകൾ ശാന്തമായ വെള്ളത്തിൽ സുരക്ഷിതമായി അടുപ്പിക്കുകയും ചെയ്യുന്നു. ഈ പുലിമുട്ടിന്റെ മുഴുവൻ ചെലവും വഹിച്ചത് നമ്മുടെ കേരള സർക്കാരാണ്. ഇത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒന്നായി വിഴിഞ്ഞം പോർട്ടിനെ മാറ്റിയിരിക്കുന്നു. കണ്ടെയ്നർ കപ്പൽ തുറമുഖത്തെത്തി നിയുക്ത ടെർമിനലിൽ ബെർത്ത് ചെയ്യുന്നു. ഇതിനെ നാം ഡോക്ക് എന്ന് പറയുന്നു. ക്രെയിനിൽ സ്പ്രെഡർ എന്ന ഒരു പ്രത്യേക ലിഫ്റ്റിംഗ് ഉപകരണം ഘടിപ്പിച്ചിരിക്കുന്നു. സ്പ്രെഡർ കണ്ടെയ്നറിലേക്ക് ലോക്ക് ചെയ്യുന്നു. ക്രെയിൻ കണ്ടെയ്നർ കപ്പലിന്റെ ഹോൾഡിൽ നിന്നോ ഡെക്കിൽ നിന്നോ ഉയർത്തുന്നു. ക്രെയിൻ യാർഡ് ട്രക്കിൽ ഇറക്കുന്നു. വിഴിഞ്ഞം സ്വദേശികളായ 7 പേർ ഉൾപ്പെടെ 9 വനിതാ ഓപ്പറേറ്റർമാരാണ് തുറമുഖത്തിലെ യാർഡ് ക്രെയിനുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വനിതകൾ ഓട്ടോമേറ്റഡ് CRMG ക്രെയിനുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിലാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും ഉള്ള വനിതകളും ഈ ടീമിൽ ഉണ്ട്. സയൻസ് ഡിഗ്രി, PG യോഗ്യതയുള്ള ഇവർ അദാനി വിഴിഞ്ഞം പോർട്ടിൽ അദാനി ഫൗണ്ടേഷന് കീഴിലുള്ള അദാനി സ്കിൽ ഡെവലപ്മെന്റ്സിന്റെ സഹകരണത്തോടെ വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയാണ് ജോലിയിൽ പ്രവേശിച്ചത്. പോർട്ട് യാർഡിലെ കണ്ടെയ്നറുകളുടെ നീക്കം ഓപ്പറേഷൻ സെന്ററിലെ അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴിയാണ് നിയന്ത്രിക്കുന്നത്. ഈ വനിതകൾ വിഴിഞ്ഞം തുറമുഖത്ത് ക്രെയിൻ ഓപ്പറേറ്റർമാരായി ജോലി ചെയ്യുന്നത്
സ്ത്രീകൾക്ക് ഏത് മേഖലയിലും കഴിവ് തെളിയിക്കാൻ സാധിക്കും എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ്. എന്താണ് മദർഷിപ്പുകൾ? 25,000-ഓളം കണ്ടെയ്നേഴ്സ് വഹിക്കാനുള്ള പ്രാപ്തിയുള്ള ഭീമൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ. 350 മുതൽ 450 മീറ്റർ നീളവും 60 മുതൽ 70 മീറ്റർ വീതിയുമുള്ള ഒരു ബഹുനില കെട്ടിടത്തിന്റെ ഉയരവുമുള്ള ഭീമൻ കപ്പലുകളാണ് മദർഷിപ്സ്. വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലുകളുടെ വരവ് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ കാലയളവിനുള്ളിൽ തുറമുഖം ധാരാളം കപ്പലുകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതുവരെ 200ഓളം കപ്പലുകൾ വന്നു പോയിട്ടുണ്ട്. 2025 മാർച്ച് 7-ന് 200ാമത്തെ കപ്പലായ AS ആൽവയെ സ്വീകരിച്ചുകൊണ്ട് തുറമുഖം മറ്റൊരു നാഴികക്കല്ല് ആഘോഷിച്ചു. കൂടാതെ ട്രയൽ റൺ മുതൽ കഴിഞ്ഞ 5 മാസത്തിനുള്ളിൽ 170 കപ്പലുകൾ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 2 മദർഷിപ്പുകൾ ബർത്ത് ചെയ്യാൻ സാധിക്കും. 40,000 കണ്ടെയ്നേഴ്സ് യാർഡിൽ വെക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പദ്ധതി പൂർത്തിയാക്കുന്നതോടെ 5 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാൻ സാധിക്കും. 2015 ഡിസംബർ 5-ാം തീയതി അഡാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായി കേരള ഗവൺമെന്റ് കരാറിൽ ഒപ്പിട്ടു. പിന്നീട് 2017 ഓഖി, അതായത് 2017 അവസാനത്തിൽ ഇന്ത്യയുടെ തെക്കൻ തീരപ്രദേശങ്ങളെ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, ശ്രീലങ്ക എന്നിവയെ ബാധിച്ച ഒരു ശക്തമായ ചുഴലിക്കാറ്റാണിത്. അതുപോലെ 2018 ആ പ്രളയം, 2019 കോവിഡ് മഹാമാരി വരുന്നു. 150ഓളം ദിവസം മത്സ്യത്തൊഴിലാളികൾ, വിവിധ സമുദായത്തിലുള്ളവർ സമരം നടത്തുകയും പോലീസുകാർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. വിഴിഞ്ഞം തുറമുഖ പ്രതിഷേധങ്ങൾക്കിടയിൽ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷന് നേരെ നടന്ന ആക്രമണം വളരെ വലിയ ഗൗരവമായ ഒരു സംഭവമായിരുന്നു. വലിയ ഒരു കൂട്ടം പ്രതിഷേധക്കാർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അദാനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ നിർമ്മാണത്തിനെതിരായ പ്രതിഷേധങ്ങൾക്കിടെയായിരുന്നു ഈ സംഭവം. ഈ ആക്രമണത്തിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും പോലീസ് സ്റ്റേഷനും വാഹനങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. കേരള ഗവൺമെന്റ് പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ സമരങ്ങളെല്ലാം ഒത്തുതീർപ്പാകുന്നത്. അങ്ങനെ ഇതെല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആണ്. പത്തനംതിട്ട ജില്ലാ കളക്ടർ, മഹാത്മാഗാന്ധി NREGA മിഷൻ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2015 ആരംഭിച്ച ഈ പദ്ധതി 2028 പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി വഴി ഒരുപാട് പരിസരവാസികൾക്കും അല്ലാതെയും ധാരാളം പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ചരക്കു നീക്കം വേഗത്തിലാക്കാൻ വിഴിഞ്ഞത്തു നിന്ന് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ടണൽ റെയിൽപാത നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. ഇത് പ്രധാനമായും ചരക്കു നീക്കത്തിനു വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 9 കിലോമീറ്ററിലധികം നീളമുള്ള തുരങ്കമാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് അഥവാ NATM എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഈ തുരങ്കം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കങ്ങളിൽ ഒന്നായിരിക്കും. അതുപോലെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഏൽപ്പിച്ചിരിക്കുന്നു. സർക്കാർ ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.